ഈ സിനിമ ചെയ്യാനുള്ള പ്രചോദനവും ധൈര്യവും ഇതിന്റെ സ്ക്രീൻ പ്ലേ തന്നെയാണ്. ഈ പ്രായത്തിൽ തന്നെ ഇത്രയും വെളിവുണ്ടാവുക എന്ന് പറയുന്നത് തന്നെ ഭയങ്കര കാര്യമാണ്. എല്ലാ കഥയിലും നമ്മൾ പ്രേക്ഷകരും കൂടെ ആ കഥ പറച്ചിലിന്റെ ഭാഗമാക്കണം. ഞാനൊരു 3 പറയും, ബാക്കി യു ഫില്ലും. അപ്പൊ അങ്ങനത്തെ ഒരു കൊടുക്കൽ വാങ്ങലുണ്ടെങ്കിൽ സിനിമ ഭയങ്കര എൻഗേജിങ്ങും. ഫസ്റ്റ് ഓഫ് ഓൾ സിനിമ കണ്ട് ഗംഭീര സിനിമ, പക്ക ഒരു തിയേറ്ററിൽ എക്സ്പീരിയൻസ് കിട്ടിയ ഒരു സാറ്റിസ്ഫാക്ഷനോടെ പറയുന്നത് ഗംഭീര ഫിലിമാണ്. ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു. അങ്ങനെ ഫിലിം താങ്ക് യു. അപ്പോൾ ചോദ്യം ഇതാണ്, ഇപ്പം താങ്കളിപ്പോൾ മഞ്ഞുവൽ ബോയ്സ് ആയാലും ജാനമൻ ആയാലും ഇപ്പോൾ അത് തിയേറ്ററിൽ ഓൾറെഡി പ്രേക്ഷകർ സ്വീകരിച്ച അല്ലെങ്കിൽ ആ ഒരു ഓൾറെഡി ഒരു എക്സ്പെക്ടേഷൻ ലെവൽ മീറ്റ് ചെയ്ത ഒരു സിനിമകളാണ് അതൊക്കെ. താങ്കൾ വിചാരിച്ച വേണമെങ്കിൽ ഒരു വലിയൊരു സ്റ്റാർ കാസ്റ്റ് നിലനിർത്തി വേണമെങ്കിൽ പോലും ചെയ്യാൻ പറ്റും. എന്നാൽ ടോവിനോ ചേട്ടൻ, ജി ചേട്ടൻ അങ്ങനെയുള്ള കുറച്ച് സ്റ്റാർസ് മാത്രമല്ല ബാക്കി എല്ലാ പുതുമുഖങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് ചെയ്യാന്ന് പറഞ്ഞൊരു ചെറിയൊരു ടാസ്ക് കൊണ്ട് ഒരു ചെറിയൊരു എന്താ പറയുക ഒരു 50-50 ചാൻസ് ആണ്. എന്തായിരുന്നു ആ ഒരു ഇനിഷ്യേറ്റീവ് എടുക്കാനുള്ള ഒരു ഇത് ഈ സിനിമ ചെയ്യാനുള്ള പ്രചോദനവും ധൈര്യവും ഇതിന്റെ സ്ക്രീൻ പ്ലേ തന്നെയാണ്. ഇതിന്റെ സ്ക്രീൻ പ്ലേ ഞാൻ ജിത്തുവിനെ നിന്ന് കേട്ടപ്പം ഇത് എങ്ങനെ ചെയ്താലും വളരെ നല്ല രീതിയിൽ വരുന്ന ഒരു കഥയാണെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു. പിന്നെ ടൊവിനോ ജീൻ എല്ലാം എന്താ പറയുക, ലൈക്ക് they also trusted in the story and came without much doubts and thank you for that. എന്താ പറയുക, ഈ സിനിമയുടെ കഥ തന്നെയാണ് ഇതിന്റെ ധൈര്യവും പ്രചോദനവും. ശരിക്കും ഇതിലെ കഥാപാത്രങ്ങൾ ഒരു ജേർണിയാണ്. പ്രേക്ഷകരെ ആ ജേർണിയിലേക്ക് ഇപ്പോൾ ഒരു പോയിന്റ് കഴിയുമ്പോൾ ഇവർ ആരാണ്, ഏതാണ്, എന്താണ്, ഇങ്ങനെ പ്രേക്ഷകൻ തന്നെ ചോദിച്ചു തുടങ്ങുന്നുണ്ട്. അപ്പോൾ ഒരു പ്രേക്ഷകനെ കൂടെ അങ്ങനെ ഒരു ചോദിപ്പിക്കാന്ന് പറഞ്ഞ ചെറിയൊരു പ്രോസസ്സ് അല്ല. ശരിക്കും പറയാം, ഇവരുടെ കഥാപാത്രങ്ങൾ എന്താണെന്ന് ഒരു പോയിന്റ് ആകുമ്പോൾ നമുക്കൊന്ന് ബ്രേക്ക് ആവുന്നുണ്ട്. അപ്പോൾ എത്രത്തോളം ടഫായിരുന്നു ആ സ്ക്രിപ്റ്റിൽ എപ്പോഴും കൺഫ്യൂഷൻ വന്നിരുന്നു? സ്ക്രിപ്റ്റ് ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ എല്ലാ കഥയിലും നമ്മൾ പ്രേക്ഷകരും കൂടെ ആ കഥ പറച്ചിലിന്റെ ഭാഗമാക്കണം. ഞാനൊരു 3 പറയും, ബാക്കി യു ഫില്ലും. അപ്പൊ അങ്ങനത്തെ ഒരു കൊടുക്കൽ വാങ്ങലുണ്ടെങ്കിൽ സിനിമ ഭയങ്കര എൻഗേജിങ്ങും ആൾക്കാർക്ക് ആ സ്റ്റോറി ടെല്ലിങ്ങിന്റെ ആ ജേർണിയിൽ അവരുടെ പാട്ടായിട്ട് അപ്പോൾ എല്ലാം സ്പൂൺ ഫീഡ്. അപ്പോൾ ഞാൻ കുറച്ച് ഫില്ല് ചെയ്യും, ബാക്കി നിങ്ങൾ ഫില്ല് ചെയ്യും. അങ്ങനത്തെ ഒരു രീതിയാണ് നമ്മളിൽ അപ്രോച്ച് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് ഫിലിമാണ്, ഒരു എക്സ്പീരിയൻസ് ആണ്. ഒരു ബിഗ് സ്ക്രീനിൽ പ്രേക്ഷകരിൽ എത്തിക്കാന്ന് പറഞ്ഞ ഒരു ചെറിയൊരു കാര്യമല്ല. അപ്പോൾ എന്റെ ട്രെയിലറൊക്കെ ഇറങ്ങിയ സമയത്ത് ആളുകൾ വിചാരിച്ചത് ഇതൊരു സൈക്കോ പടമായിരിക്കും, ഒരു സൈക്കോ ക്യാരക്ടറൊക്കെ ആയിരിക്കും. അങ്ങനത്തെ ഒരു ഇതുണ്ടായിരുന്നു. എന്തൊക്കെയായിരുന്നു എന്ത് എക്സ്പെക്ടേഷൻ ഇത് ചെയ്യുന്ന സമയത്ത്? മെയിൻ എക്സ്പെക്ടേഷൻ എന്ന് പറഞ്ഞാൽ ഇത്രക്കും ടാലന്റഡും എസ്റ്റാബ്ലിഷ്ഡ് ആയ ഒരു ടീമല്ലേ. അപ്പോൾ അവരൊരു ലെവലിലാണെങ്കിൽ നമ്മളും അങ്ങോട്ടേക്ക് എങ്ങനെയെങ്കിലും ഒന്ന് എത്തിച്ചു വരണം. അപ്പോൾ ആ ഒരു ചെറിയൊരു പ്രഷർ ഉണ്ടായിരുന്നു. പക്ഷേ മെയിൻലി ഐ ജസ്റ്റ് വാണ്ടഡ് ടു എൻജോയ് ദ ജേർണി, ഷൂട്ടിൻ്റെ എക്സ്പീരിയൻസ്. അത് ശരിക്കും ആക്ച്വലി എൻജോയ് ചെയ്ത് ട്രൂലി ലിവിങ് ഇറ്റ് ത്രൂ ആൻഡ് ത്രൂ. ഈ കഥയിലെ കഥാപാത്രം എത്രത്തോളം നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും? ഇപ്പം ബാലനെ ഹാൻഡിൽ ചെയ്യാന്ന് പറഞ്ഞ ചെറിയ ബാലൻ ഭയങ്കര ഹൈപ്പർ ആയിട്ടുള്ള ഒരാളാണല്ലോ. അതെ അതെ, കൂടുതൽ റിലേറ്റ് ഒന്നും ചെയ്യാൻ പറ്റില്ല. അവള് ഇത്തിരി എന്താ പറയുക, ക്വസ്റ്റനബിൾ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ്. സോ ഐ കാൻ ഫുള്ളി റിലേറ്റ് ടു ഹർ. പക്ഷേ റിലേറ്റ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അവളുടെ ലോയൽറ്റി, അവളുടെ മകനോടുള്ള ലോയൽറ്റി ഈസ് ജസ്റ്റ് ലൈക്ക് കാൻറ്റ് ഈവൻ എക്സ്പ്ലെയിൻ ഇറ്റ്. അപ്പോൾ that's the same kind of loyalty that I believe in when it comes to people that we love. Yeah. നോർമലി ഈ സിനിമയിൽ ഒരു കണ്ട് പ്രത്യേകിച്ച് നോക്കുമ്പോൾ ഒരു ആളുകളല്ല, ആ കഥാപാത്രങ്ങളാണ് ആ വ്യക്തികളെ ചൂസ് ചെയ്തിട്ട് ഫീൽ ചെയ്തു. ഓരോ ചെറിയ കഥാപാത്രങ്ങൾക്കാണ് പോലും കുറച്ച് നേരം ഉണ്ടെങ്കിൽ പോലും അത് ആപ്റ്റാന്ന് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ സിനിമയിൽ ടോവിനോ ചേട്ടൻ ഈ കാസ്റ്റ് ക്രൂ എന്നുള്ള കഥ ഇത് ചെയ്യണം എന്ന് അല്ലെങ്കിൽ കുറച്ച് ഇത് എൻ്റെ കരിയറിൽ ഉണ്ടായിരിക്കണം എന്ന് തോന്നുന്ന ഒരു ബുക്ക് ചെയ്ത ഒരു എലമെന്റ് ഉണ്ടാവില്ല? എന്താ ഇതിന്റെ കഥ കേട്ടപ്പോൾ എൻ്റെ ക്യാരക്ടർ ഒരു ഹാർഡ്ലി 10-15 മിനിറ്റ്സ് സിനിമയിൽ ഉള്ളൂ. പക്ഷേ അതിൻ്റെ ഉള്ളിൽ തന്നെ ആ ക്യാരക്ടറിൻ്റെ ഒരു തുടക്കവും മധ്യവും അവസാനവും ഉണ്ട്. ക്യാരക്ടറിന് ഒരു ആർക്ക് കൃത്യമായിട്ടുണ്ട്. അത് എൻ്റെ ക്യാരക്ടർ മാത്രമല്ല, ഇതിലെ ഏത് ക്യാരക്ടറിനെ നോക്കിക്കഴിഞ്ഞാലും അവരുടെ നല്ലതും ചീത്തയുമായിട്ടുള്ള സ്വഭാവങ്ങൾ, അവരുടെ വൾനറബിലിറ്റീസ്, അതൊക്കെയാണ് അവർ കുറച്ചും കൂടെ റിലേറ്റബിളും ആൾക്കാർക്കെല്ലാം നന്നായിട്ട് മനസ്സിലാവുകയും ചെയ്യുന്നത്. നമ്മൾ ആരും ബ്ലാക്ക് ആൻഡ് വൈറ്റ്സിലല്ലല്ലോ നമ്മളതിനെ ഡിഫൈൻ ചെയ്യാൻ പറ്റുക. ഗ്രേ ഏരിയാസ് ഉണ്ടാവും, നല്ല വൾനറബിലിറ്റീസ് ഉണ്ടാവും. അത് ഫോഴ്സ്ഫുള്ളി അല്ലാതെ ഓരോ ക്യാരക്ടറിൻ്റെയും അത് എനിക്ക് സിനിമ കണ്ടുകൊണ്ടിരുന്നപ്പോൾ അത് ഫീൽ ചെയ്തിരുന്നു. അപ്പോൾ അത് കഥ കേൾക്കുമ്പോൾ തന്നെ നമുക്കത് വ്യക്തമായിട്ട് കിട്ടിയായിരുന്നു. ഇവർ പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി. പിന്നെ ഭയങ്കര സന്തോഷം തോന്നി. ഇപ്പോൾ ഏതൊരു ആക്ടറാണെങ്കിലും അയാൾക്ക് അങ്ങനത്തെ നല്ല കഥാപാത്രങ്ങൾ കിട്ടുന്നതല്ലാതെ ശൂന്യതയിൽ നിന്ന് നമുക്കൊന്നും ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഒരു കഥാപാത്രം വരുന്ന സമയത്ത് ഇവരുടെ മനസ്സിൽ ഞാൻ വന്നു എന്ന് പറയുന്നതും അത് എൻ്റെ അടുത്തേക്ക് ഇവർ എത്തി എന്ന് പറയുന്നതും എനിക്കത് ചെയ്യാൻ പറ്റി എന്ന് പറയുന്നതും ഒക്കെ ഭയങ്കര സന്തോഷവും ഭയങ്കര ഭാഗ്യമാണ്. എന്ന് വെച്ചാൽ ഇങ്ങനത്തെ ചെയ്യാൻ ഭയങ്കര ആഗ്രഹം ഉണ്ടാവും, എല്ലാ ആർട്ടിസ്റ്റുകൾക്കും ഉണ്ടാവും. അത്
എൻ്റെ പെട്ടെന്നുള്ളൊരു രൂപവും ഒക്കെ വെച്ചിട്ട്, അല്ലെങ്കിൽ ഞാൻ മുമ്പ് ചെയ്തിട്ടുള്ള സിനിമകൾ വെച്ചിട്ട് എന്നെ ഇങ്ങനൊരു ക്യാരക്ടറിലായിരിക്കില്ല ചിലപ്പോൾ സാധാരണ ആൾക്കാർ ആദ്യം ഫസ്റ്റ് തോട്ടിൽ വിളിക്കുക. പക്ഷേ ഇതിലെനിക്ക് ഇവർ വിളിച്ചപ്പോൾ തന്നെ എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയത് ഈ ഒരു ക്യാരക്ടർ. ഇതിൻ്റെ രൂപമൊന്നും അന്ന് എന്തായിരിക്കും എന്നൊന്നും നമുക്ക് അറിയില്ലായിരുന്നു. അതൊക്കെ നമ്മൾ ഷൂട്ടിന് തൊട്ട് മുമ്പൊക്കെയാണ് അത് തീരുമാനമാക്കിയത്. പക്ഷെ ക്യാരക്ടർ എനിക്ക് മൊത്തത്തിൽ ഭയങ്കരമായിട്ട് വർക്ക് ആയി. അതായത് ഇത് ചിലപ്പോൾ ഈ പടത്തിൽ ഞാൻ സ്പോയിലർ ആയതുകൊണ്ട് പറയുന്നില്ല, പക്ഷെ എൻ്റെ ക്യാരക്ടറിന് ഒരു സ്വഭാവമുണ്ട്. അപ്പോൾ ഞാനെന്ന് വെച്ചാൽ എനിക്കും ഈ ഇപ്പോൾ ഇവൻ്റെ പ്രായത്തിൽ ഇവനേക്കാളും ഒരു തൊട്ട് താഴെയായിരിക്കും എൻ്റെ മോൻ. അവനേക്കാളും ഒരു സിനാനേക്കാളും ഒരു 2-3 വയസ്സ് 3-4 വയസ്സ് താഴെയായിരിക്കും എൻ്റെ മോള്. അപ്പോൾ എനിക്കത് മനസ്സിലാവും പല കാര്യങ്ങളും. എൻ്റെ ക്യാരക്ടർ എന്തുകൊണ്ട് അവരോട് എങ്ങനെയൊക്കെ പെരുമാറുന്നു എന്നുള്ളത് മനസ്സിലാക്കാനുള്ള ഒരു ജീവിതാനുഭവം എനിക്കായിട്ടുണ്ടാവും. അതിൻ്റെ ആയിരിക്കും. പിന്നെ ഞങ്ങൾ എൻ്റെ സിനിമകൾ കണ്ടിട്ട് മാത്രമായിരിക്കണമെന്നില്ല, ഞങ്ങൾ നമ്മൾ പേഴ്സണലി പരിചയമുണ്ട്. ഇപ്പോൾ ചിതുവാണെങ്കിലും നമ്മൾ ഒരുമിച്ച് വർക്ക് ചെയ്യണ ആദ്യമായിട്ടാണെങ്കിലും കുറേ നാളായിട്ട് പരിചയമുണ്ട്. അതുപോലെ വേണമായിട്ട് വർക്ക് ചെയ്തിട്ടുമുണ്ട്, അല്ലാതെയും പരിചയമുണ്ട്. ജിത്തു പണ്ട് ഗപ്പിയിൽ അസിസ്റ്റന്റ് ഡയറക്ടറായിരുന്നു, മറഡോണയിൽ അസിസ്റ്റന്റ് ഡയറക്ടറായിരുന്നു. അപ്പോൾ അന്ന് മുതൽ ജിത്തുവിനെ അറിയാം. അപ്പോൾ ചിലപ്പോൾ ഞങ്ങളുടെ പേഴ്സണൽ സമയങ്ങളിൽ എൻ്റെ സംസാരത്തിലും പെരുമാറ്റത്തിലും കണ്ടിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളായിരിക്കാം ഒരു. പക്ഷേ എന്തൊക്കെ കാരണം കൊണ്ടാണെങ്കിലും ഇത് ഈ കഥാപാത്രം എന്നെ വിശ്വസിച്ച് ഏൽപ്പിച്ചു എന്ന് പറയുന്നത് ഇനിയും ചിലപ്പോൾ കൂടുതൽ ആൾക്കാർക്ക് ഞാൻ ചെയ്തിട്ടില്ലാത്ത പോലത്തെ ക്യാരക്ടേഴ്സ് എന്നെ ഏൽപ്പിക്കാനായിട്ടൊരു ധൈര്യം കൊടുക്കുമായിരിക്കും. എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ ബാലിലൂടെയുള്ള അഭിനയിച്ചപ്പോൾ? കാരണം ഇന്റർവ്യൂസ് ഒക്കെ കണ്ടിട്ടുണ്ടാവും, ഒറ്റ ടേക്ക് ഫസ്റ്റ് ടേക്കിലൊക്കെ റെഡിയാക്കിയ ഒരുപാട് ഷോട്ടുകൾ ഉണ്ടെന്ന് പറയാം. അപ്പൊ ഈ ഒരു ഏജില് ഇതേപോലെ ഇന്റർവ്യൂ കണ്ട ഞാൻ നേരിട്ട് കണ്ടല്ലേ. ഞാൻ വരുമ്പോഴത്തേക്കും ഇവൻ സീസൺഡ് ആയിട്ടുണ്ട്. ഞാൻ ഈ സിനിമയിൽ ജോയിൻ ചെയ്യുമ്പോഴത്തേക്കും ഇവൻ ഭയങ്കര പ്രൊഫഷണലായിട്ട് ഷോട്ടിന്റെ സമയത്തൊക്കെ റെഡി സാർ എന്നൊക്കെ പറഞ്ഞിട്ട്, അത് പുലർച്ചയ്ക്കൊക്കെയാണ് നമ്മൾ നൈറ്റ് ഷൂട്ടുകളൊക്കെ ഞങ്ങളുണ്ടായിരുന്ന സീനുകൾ പോലെ നൈറ്റൊക്കെ ആയിരുന്നു. അപ്പോൾ 6 വയസ്സുള്ള കുട്ടിക്ക് രാത്രി ഉറക്കം കളയേണ്ട കാര്യമില്ല. നമ്മളെന്ന് വെച്ചാൽ ഇങ്ങനെ സിനിമ ഇങ്ങനെയാണ് ഇതാണെന്നൊക്കെ തിരിച്ചറിഞ്ഞ് എക്സ്പീരിയൻസും ഒക്കെ ആയിട്ടാണ് നമ്മളിങ്ങനെ ഉറക്കം കളയുന്നത്. പക്ഷെ ഇവനെ സംബന്ധിച്ചിടത്തോളം ഇവൻ്റെ ഒരു ഈ പ്രായത്തിൽ തന്നെ ഇത്രയും വെളിവുണ്ടാവുക എന്ന് പറയുന്നത് തന്നെ ഭയങ്കര കാര്യമാണ്. അവൻ വളരെ പ്രൊഫഷണലായിട്ടാണ് അഭിനയിക്കേണ്ടായിരുന്നത്. അതുപോലെ ഞങ്ങൾക്ക് കുറേ സമയം ഞങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാനായിട്ട് കിട്ടിയായിരുന്നു. ബോട്ടിലും സ്കൂട്ടറിലും ഒക്കെ ആയിട്ട് ഞങ്ങൾ പോകുമ്പോൾ ഞങ്ങൾ അങ്ങനെ കുറേ കഥയൊക്കെ പറയും. എൻ്റെ വീട്ടിലെ കഥയും പറയും, ഞാൻ എൻ്റെ വീട്ടിലെ കഥയും പറയും. അങ്ങനെ ഞങ്ങൾ കുറേ സമയം കിട്ടിയായിരുന്നു. സിനാനായിട്ടാണെങ്കിലും സിനാൻ ഞങ്ങൾ അത് കഴിഞ്ഞിട്ട് സിനാൻ അപ്പോൾ ആ സമയത്തെ ഷൂട്ടിൻ്റെ സമയത്ത് ഞങ്ങളുടെ ഷൂട്ട് ഇറങ്ങുന്ന സമയം മുതൽ അവിടെ ഉണ്ട്. അത് കഴിഞ്ഞ് സിനാനിലേക്ക് വരുന്ന സമയത്ത് ഇവൻ ആ ക്യാരക്ടറിൻ്റെ ഇന്നസെൻസ് ആണ് പ്ലേ ചെയ്തിരുന്നതെങ്കിൽ സിനാൻ വരുന്ന സമയത്ത് സിനാൻ അതിൻ്റെ ഇൻറ്റൻസിറ്റി, ആ ബാലൻ്റെ ഇൻറ്റൻസിറ്റിയിലേക്ക് എത്തിക്കുന്നത് വളർന്നതിന് ശേഷമുള്ളത് അത് സിനാനായിരുന്നു. അത് ആദ്യമായിട്ട് സിനിമയിൽ അഭിനയിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു ആദ്യത്തെ സിനിമ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അന്ന് നമുക്കുണ്ടായിരുന്ന മാനസികാവസ്ഥയും നമുക്കുണ്ടായിരുന്ന അറിവും എക്സ്പീരിയൻസും ഒക്കെ എന്തായിരുന്നു നമുക്ക് നല്ല ധാരണയുണ്ട്. ആ സ്ഥലത്ത് നിന്നുകൊണ്ട് ഇവർ ഇത്രയും നല്ല പെർഫോമൻസ് ഈ ക്യാരക്ടർ ഫുൾ ഓഫ് ചെയ്തത് ഭയങ്കര അടിപൊളിയാണ്. പിന്നെ ഇന്ന് സിനിമ കണ്ടപ്പോഴാണ് ബാക്കിയുള്ളവരുടെയൊക്കെ പെർഫോമൻസ് ഞാൻ കുറച്ചൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു ഷൂട്ടിൻ്റെ സമയത്ത്. ഇത് ഈ ഫർസാനെയും ആദ്യമായിട്ടാണ് അഭിനയിക്കുന്നത്, പക്ഷെ സിനിമ കണ്ടു കഴിഞ്ഞാൽ അങ്ങനെ തോന്നുന്നില്ല. അതുപോലെ അമ്മൂമ്മയുടെ ആണെങ്കിലും വൻ പൊളി ക്യാരക്ടറായിരുന്നു. അത് ആ ക്യാരക്ടർ പറഞ്ഞപ്പോൾ തന്നെ ഞാൻ ചോദിച്ചത് ആരാണ് ഈ ക്യാരക്ടർ ചെയ്യുന്നത് എന്ന് ചോദിച്ചിട്ട്. അത് പക്ഷെ എനിക്കത് കാണാനും പറ്റിയില്ല. ഞാൻ ഇപ്പോഴാണ് കാണുന്നത്. അന്ന് പറഞ്ഞിരുന്നു ഒരു അമ്മൂമ്മ വന്നിട്ടുണ്ട്, പൊളിച്ചിട്ടുണ്ട്, ഞാൻ അന്നേ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് തിയേറ്ററിൽ കാണാം എന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. പിന്നെ ജീനൊക്കെ ഞങ്ങൾക്ക് കുറേ നാളായിട്ട് അറിയണത് ജീൻ്റെ മുമ്പത്തെ മഞ്ഞുകൊല്ലയാണെങ്കിലും ഒക്കെ പെർഫോമൻസസ് ഒക്കെ ഭയങ്കര അടിപൊളി പെർഫോമൻസസ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട പെർഫോമൻസ്. ഇതിലെ ക്യാരക്ടർ പവിത്ര എന്നുള്ള ക്യാരക്ടർ കേട്ടപ്പോൾ തന്നെ ധാരാ എന്നുള്ള കാര്യം നമുക്ക് കൊതി ഉണ്ടാവുമല്ലോ നല്ല ക്യാരക്ടേഴ്സ് കേൾക്കുന്ന സമയത്ത്. അപ്പോൾ അത് ജീനാണെന്ന് പറഞ്ഞപ്പോൾ അത് എനിക്ക് കിട്ടി. ആ കഥ പറയുമ്പോൾ തന്നെ കിട്ടി. അത് ഞാൻ ഇന്നാവുന്നതിന് മുമ്പ് ജീൻ ഇന്നായിട്ടുണ്ട്. അതുപോലെ എല്ലാവരുടെയും ഗിരീഷ് ഏട്ടടി ആണെങ്കിലും എല്ലാവരുടെയും ഇപ്പം ഗണപതി വെറുതെ ഇരുത്തിക്കൊണ്ട് പറയണതല്ല, എല്ലാവരും പറഞ്ഞു. പക്ഷെ ശരിക്കും അത് അത്ര ഇമ്പോർട്ടൻ്റ് ആണ് ഒരു സിനിമയിൽ. ഞാൻ എൻ്റെ തന്നെ ഒരു എക്സാമ്പിൾ പറയാം. ഗണപതിയാണല്ലോ ഫസ്റ്റ് ഇങ്ങനെ ഇവർ ഒരുമിച്ചാണ് തീരുമാനിക്കണം. അങ്ങനെ ഒരു തോട്ട് വരിക എന്ന് പറഞ്ഞാൽ ഞാൻ മുമ്പ് ചെയ്തിട്ടുള്ള ക്യാരക്ടേഴ്സ് പോലത്തെ ഒരു ക്യാരക്ടർ അല്ല ഇത്. അപ്പോൾ ഒരു ക്യാരക്ടർ ആര് ചെയ്യണം എന്ന് ഡിസൈഡ് ചെയ്യുന്ന ഒരു കാസ്റ്റിംഗ് ഡയറക്ടറിൻ്റെ ഇമ്പോർട്ടൻസ് ഒരു സിനിമയിൽ എത്രത്തോളം ഉണ്ടെന്നുള്ള ഭയങ്കര എക്സാമ്പിളായിരിക്കും ചിലപ്പോൾ ഈ സിനിമയിലെ ഓരോ കാസ്റ്റിംഗ്. ഇന്നലെ രാത്രി വിളിച്ചിട്ട് പടം കഴിഞ്ഞ് വിളിച്ചിട്ട് അവൻ കുറേ നേരം ഞങ്ങൾ സംസാരിച്ചിരുന്നു. അവന് പടവും ഭയങ്കര ഇഷ്ടമായി, എൻ്റെ പെർഫോമൻസും അവന് ഭയങ്കരമായിട്ട് ഇതുവരെ കണ്ടിട്ടില്ലാത്ത പോലെ അതൊക്കെ അവനും പറഞ്ഞു. അത് ഭയങ്കര അടിപൊളിയാണ്, സന്തോഷമാണ്. ഓ നല്ല രസമുണ്ടെന്ന് പറഞ്ഞു, ഭയങ്കര അടിപൊളിയായിട്ടുണ്ടെന്ന് പറഞ്ഞു. 1-2 സ്ഥലത്ത് അത്ര പോരാ,
അതത്ര ശരിയായില്ല, അങ്ങനെ ശ്വാസം വലിക്കേണ്ടതെന്നൊക്കെ പറഞ്ഞു. പക്ഷെ അത് നല്ല രസമായിട്ട് തന്നെയാണ് എടുക്കുന്നത്. പക്ഷെ ഭയങ്കര ഹാപ്പിയാണ്, ഭയങ്കര ഇഷ്ടപ്പെട്ടു. നോർമലി മലയാള സിനിമകളെ വ്യത്യസ്തമാക്കുന്ന ഇതേപോലത്തുള്ള ചിത്രങ്ങൾ വരുമ്പോഴാണ്, അല്ലെങ്കിൽ പ്രേക്ഷകൻ ആ സിനിമയോട് യാത്ര ചെയ്യുമ്പോഴാണ് ആ സിനിമ എപ്പോഴും അതിന് ജീവൻ ഉണ്ടാവുന്നത്. പ്രിയദർശൻ സാർ സിനിമ കണ്ടിട്ട് ഇന്ത്യൻ സിനിമയിൽ മാർക്ക് ചെയ്യപ്പെടുന്ന ഒരു സിനിമയാകും ഈ സിനിമ എന്ന് പറയുമ്പോൾ ബാലൻ സിനിമ ഒരു ലെജൻഡ് തരുന്നൊരു സിഗ്നേച്ചറാണത്. അപ്പോൾ അതെങ്ങനെ ഉണ്ടായിരുന്നു അതുപോലെ ഒരു ലെജൻഡിൻ്റെ ഒരു റിമാർക്ക് കേട്ടപ്പോൾ? അത് ഓഫ് കോഴ്സ് ഭയങ്കര സന്തോഷമായിരുന്നു. പ്രിയൻ സാറിൻ്റെ ആ വാക്ക് റിയലി ഹെൽപ്ഡ് അസ്. അപ്പം കുറേ ആൾക്കാർക്ക് ഈ സിനിമ കാണാനും എല്ലാം അതൊരു എന്താ പറയുക ഒരു മോട്ടിവേഷനായി. ആൻഡ് അങ്ങനത്തെ പ്രശംസകൾ ആക്ച്വലി ഭാരിച്ച ഉത്തരവാദിത്തങ്ങളോടാണ് തരുന്നത്. അപ്പം എപ്പോഴും അത് നമ്മൾ ഡെലിവർ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. ചിദംബരത്തിനെ സംബന്ധിച്ച് സിനിമ എങ്ങനെയാണ് മൂവി, അതായത് നമുക്ക് എല്ലാവർക്കും ഒരു സിനിമ ഉണ്ടാവില്ല, ഒരു പെർസ്പെക്റ്റീവ് ഉണ്ടാവില്ല, ഇതാണ് സിനിമ, അല്ലെങ്കിൽ താങ്കളെ ഇൻസ്പയർ ചെയ്തൊരു സിനിമ എന്തായിരിക്കും, അല്ലെങ്കിൽ എന്താണ് താങ്കളെ സിനിമ ചെയ്യാൻ ഇൻസ്പയർ ചെയ്യിക്കുന്നത്? അങ്ങനെയല്ല, എല്ലാ സിനിമയും യുണീക്കാണ്, എല്ലാ സിനിമയും സ്പെഷ്യലാണ്. അപ്പം ചില കഥകൾ പറയണം, സം സ്റ്റോറീസ് ഹാസ് ടു ബി ടോൾഡ്, ഇറ്റ് ഹാസ് ടു ബി ഹേർഡ്. അപ്പം അങ്ങനെയൊക്കെയാണ് നമ്മൾ സിനിമയിലേക്ക് അറിവ് ചെയ്യുന്നത്, ഇതാണ്, ഇത് ചെയ്യാം, ഇതൊരു നല്ല സിനിമയായിരിക്കും എന്നുള്ളത്. പിന്നെ കഥ തന്നെയാണ് എൻ്റെ. പിന്നെ എല്ലാം പിന്നെ കാണാത്ത സിനിമ ചെയ്യുകയാണെങ്കിൽ അത്രയും ബെറ്റർ. നമ്മൾ ഇതുവരെ കാണാത്തൊരു കഥയും കാണാത്തൊരു ലോകമാണ് കൊടുക്കുന്നതെങ്കിൽ അത്രയും ബെറ്റർ. ഒരു സിനിമയിൽ എന്ന് പറഞ്ഞ കാസ്റ്റിംഗ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ രണ്ട് കുട്ടികളെ കണ്ടപ്പോൾ ശരിക്കും രണ്ടും ഒരേപോലെ ഉണ്ട് തിയേറ്ററിൽ കാണുന്ന സമയത്ത്. അപ്പോൾ പ്രത്യേകിച്ച് പിള്ളേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ മൈൻഡ് ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അവരൊക്കെ എങ്ങനെയാണ് ട്രെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നത്, പ്രത്യേകിച്ച് മോനെ? അവന് ആക്ച്വലി ചെറുതിന് ആദ്യം എനിക്ക് തോന്നിയത് അവൻ ഡയലോഗൊക്കെ ഭയങ്കര പെട്ടെന്ന് ക്യാച്ച് ചെയ്തിട്ട് പറയും. നമുക്കായാലും ചില സമയത്ത് ഞാനൊക്കെ അഭിനയിച്ച ചെറുപ്പത്തിൽ അഭിനയിക്കും, ഡയലോഗ്സ് പെട്ടെന്ന് മെമ്മറി ചെയ്ത് പറയാന്ന് പറഞ്ഞത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതൊക്കെ അവന് ഭയങ്കര ഈസി ആയിട്ട് കാര്യമാണ്. പിന്നെ സിനാനും ആയാലും പിന്നെ ആദ്യം എനിക്ക് ഒരു 10 ദിവസം കഴിയുമ്പോൾ ആർക്കായാലും നമ്മൾ ഒരു ഷൂട്ടിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് കുറയും. ആ സമയത്ത് അവന് കുറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നാലും അവനെ മോട്ടിവേറ്റ് ചെയ്ത് എടുക്കുമ്പോൾ അവൻ വളരെ തിരിച്ച് ക്യാച്ചപ്പ് ചെയ്തിട്ട് അവന് പനിയുള്ള ഒരു ദിവസം ഉണ്ടായിരുന്നു, ഭയങ്കര പനിച്ച് കിടന്നത്. നമുക്കെന്നെ അവസാനം സങ്കടമൊന്നും വരും, രാത്രി 2:30 ആ സീൻ എന്തായാലും അന്ന് എടുത്തേ പറ്റുള്ളൂ. പക്ഷെ അവൻ വളരെ എന്താ പറയേണ്ടത് അടിപൊളിയായിട്ട് അവൻ നമ്മളോട് സഹകരിച്ച് ചെയ്തു. സിനാൻ ആദ്യം കാണുന്നതന്നെ സിനാൻ എനിക്കൊരു വീഡിയോ അയക്കുകയായിരുന്നു, ചേട്ടാ എനിക്കിങ്ങനെ അഭിനയിക്കാൻ താല്പര്യമുണ്ട്, ഞാനിങ്ങനെ ലൊക്കേഷനിലൊക്കെ പോകുമ്പോൾ എന്നെ എല്ലാവരും ആട്ടിപ്പായിക്കും, അപ്പം ഞാൻ തന്നെ ഒരു ഷോർട്ട് ഫിലിം എടുക്കാൻ തീരുമാനിച്ചു പിള്ളേരെ വെച്ചിട്ട്, അതിൽ ഞാനും അഭിനയിച്ചിട്ടുണ്ട്, ചേട്ടൻ ഒന്ന് കണ്ടിട്ട് പറയുമെന്നൊക്കെ ചോദിച്ചു. അങ്ങനെ ഞാൻ സിനാൻ ഇവൻ്റെ വർത്താനം എനിക്ക് ഇഷ്ടപ്പെട്ടപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യും, വാ ഫ്ലാറ്റിലേക്ക് വാ എന്ന് പറയും. ഇവൻ താഴെ എത്തിക്കഴിഞ്ഞിട്ട് ഇവനൊരു അരമണിക്കൂറായിട്ട് ഞാൻ കാണുന്നില്ല, താഴെ എത്തി എന്നും പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചാൽ 12ാമത്തെ നിലയാണ് നമ്മുടെ ഓഫീസ്, ചേട്ടാ ഞാൻ നടന്ന് കയറിക്കൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞാൽ ലിഫ്റ്റില്ലേ എന്ന് വെച്ചു. ഇല്ലേട്ടാ എനിക്കൊന്ന് പ്രിപ്പയർ ചെയ്യണം, ഞാൻ നടത്തത്തിൽ പ്രിപ്പയർ ചെയ്ത് വന്നോളാം. ഞാൻ പറഞ്ഞാൽ കൊള്ളാലോ. അത് കഴിഞ്ഞ് ഇവൻ ഡയലോഗ്സൊക്കെ നോക്കി, ചേട്ടാ എനിക്ക് കുറച്ച് സമയം വേണം. അപ്പോൾ ഇവൻ ബാക്കിയുള്ള ആൾക്കാർ വന്ന പോലെ പെരുമാറുന്ന പോലെ അല്ലായിരുന്നു അവൻ്റെ പെരുമാറ്റം സിനാൻ്റെ. അപ്പോൾ അതെനിക്ക് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. പിന്നെ അവൻ്റെ ഫസ്റ്റ് ഓഡിഷൻ ടൈപ്പും കൂടെ കണ്ടപ്പോഴത്തേക്ക് നമുക്ക് ഫിക്സായി. പക്ഷേ ഞാൻ പറയുന്നത് ഈ സിനാൻ എനിക്ക് ഫിക്സ് ആയത് സിനാനെ എന്താ പറയണ്ടത് അവൻ്റെ ആറ്റിറ്റ്യൂഡും അവൻ്റെ പെർഫോമൻസും കണ്ടിട്ടാണ്. പക്ഷേ ഇതൊരിക്കലും അതായിട്ട് മാച്ച് ആവും എന്നുള്ളത്, അത് മാച്ച് ആവണേ എന്നുള്ളതാണ്. പക്ഷെ നമ്മൾ ഫോട്ടോ ഒക്കെ എടുത്ത് നോക്കിയപ്പോൾ അതൊരു ഭാഗ്യം തന്നെ പറയാം. കാരണം എന്ന് വെച്ചാൽ നമുക്ക് നമ്മളെ മനസ്സിന് ഇഷ്ടപ്പെട്ട പെർഫോമൻസ് അത് ഇവർ തമ്മിൽ രണ്ടും മാച്ച് ആവുന്നു. അത് പ്രിയൻ സാറും നമ്മൾ എന്ത് വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരേപോലെ ഉണ്ടായിരുന്നു കാണാന്നുള്ളത്. അപ്പോൾ അത് ആക്ച്വലി എനിക്ക് തോന്നുന്നു നമ്മളൊരു നല്ല ഒരു മോട്ടീവിന് വേണ്ടി വർക്ക് ചെയ്യുമ്പോൾ ചിലതൊക്കെ നമുക്ക് വേണ്ടി ഹാപ്പൻ ചെയ്യും. അതാണ് സംഭവിച്ചത്. അമ്മാവനെ കുറേ ആളായിട്ട് ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഈ സിനിമയിൽ വന്നപ്പോഴേ ആ തിയേറ്ററിൽ നിന്ന് കണ്ടാൽ തന്നെ എല്ലാവരും കൈയടിക്കുന്നുണ്ടായിരുന്നു അമ്മാവനെ കണ്ട സമയത്ത്, ഡയലോഗ് പറയുന്ന സമയത്ത്. അപ്പം എങ്ങനെ ഉണ്ടായിരുന്നു ആദ്യമായിട്ട് സിനിമയൊക്കെ ചെയ്ത സമയത്ത്? വളരെ സന്തോഷം തോന്നി. കാരണം ഞാൻ ആദ്യമായി അഭിനയിക്കുകയാണ്. പിന്നെ എന്താ വെച്ചാൽ എൻ്റെ ഒരു ക്യാരക്ടറും അതിനോട് തിരിച്ചറിഞ്ഞതാണ്. അതുകൊണ്ട് അവർക്ക് അധികം ബുദ്ധിമുട്ടിന് വന്നില്ല, ബുദ്ധിമുട്ടാണ് കാര്യം നടത്തി കൊടുത്തു. പിന്നെ വളരെയധികം സന്തോഷമുണ്ട് മോളെ ഈ പ്രായത്തിൽ ഇങ്ങനെ ഒരു ഇതിൽ അഭിനയിക്കാനും ഇത്രയും നിങ്ങളുടെ എല്ലാവരും മുമ്പിൽ വന്നിരിക്കാനും ദൈവം ഒരവസരം തന്നതിന് നന്ദിയുണ്ട്.